നമ്മൾ പണ്ട് കലിപ്പൻ്റെ കാന്താരി എന്നൊക്കെ പറയും. ആ ചേട്ടായിക്ക് ഇത് ഇഷ്ടമല്ല, ആ ചേട്ടായിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഇനി അത് ചെയ്യില്ല. ഇറ്റ്സ് ലൈക്ക് എ സൂയിസൈഡ് മിഷൻ. അവളെ കുറിച്ച് എന്തും പറയാനും എന്തും ചെയ്യാനും സാധ്യതയുള്ള ഒരാൾക്കൊപ്പം നിൽക്കാമെന്ന് ആ കുട്ടി തീരുമാനിക്കുമ്പോൾ അവളെ തന്നെ വേണ്ടെന്ന് നോക്കുകയാണ്. പുള്ളിക്കാരിക്ക് ഇപ്പോൾ ഇവളുടെ എഫേർട്ടോ അതൊക്കെയാണ് ഇതിനകത്ത് പ്രശ്നം. ആ പെൺകുട്ടി അവളുടെ ജീവിതം ഹോമിക്കാൻ പോവുകയാണ്. ആ ഹോമത്തിനെയാണ് ഇതിനകത്ത് മുഴുവൻ ഗ്ലോറിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് എന്ത് വന്നാലും നമ്മൾ ഒരുമിച്ചാണ് നിൽക്കണം. അങ്ങനെ എന്ത് വന്നാലും ഒരുമിച്ച് വെക്കേണ്ട ബാധ്യത ഈ ലോകത്ത് ആർക്കില്ല. നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുക, തിരിച്ചു കിട്ടുന്നത് സ്നേഹത്തിൻ്റെ കൂടെ കുറേ ആൾക്കാരെ ആത്മഹത്യാപരമായ തീരുമാനം എടുക്കാൻ ഭയങ്കരമായിട്ട് നിർബന്ധിക്കുന്ന പോലെയാണത്. വിവരമില്ലാത്തവരുടെ അടുത്തും തെറ്റായ ഉപദേശങ്ങൾ പരത്തുന്നവരുടെ അടുത്തും പിന്നെ കുറേ എണ്ണം സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് മുതൽ മരണം വരെ എന്ന് പറയുന്ന ജിസ്മ വിമലിൻ്റെ ഏറ്റവും പുതിയൊരു ഷോർട്ട് മൂവി റിലീസ് ആയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പലരും അത് കണ്ടിട്ടുണ്ടായിരിക്കും. എൻ്റെ ഒരു ഹോണസ്റ്റ് ഒപ്പീനിയൻ പറയാമെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരിക്കുന്ന കിഡിലൊരു ഷോർട്ട് മൂവിയാണ്. ഏകദേശം 1 മണിക്കൂറോളം ലെങ്ത് ഉള്ളൊരു ഷോർട്ട് മൂവിയാണ്. ബേസിക്കലി ഇതൊരു ആടാണ് എങ്കിൽ പോലും ഇതിനകത്ത് നമുക്ക് ആടാന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഇത് പ്രസൻറ്റ് ചെയ്ത് പോയിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ആ ഒരു ക്ലൈമാക്സ് ഒക്കെ കാണുമ്പോഴത്തേക്കിനും സത്യം പറഞ്ഞാൽ കണ്ണ് വരെ നിറഞ്ഞു. അത്ര അടിപൊളിയായിട്ട് തന്നെയാണ് ഇവരെല്ലാവരും അതിനകത്ത് ചെയ്തേക്കുന്നത്. എസ്പെഷ്യലി എടുത്ത് പറയണമെന്ന് തോന്നിയിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ ലൈറ്റിങ്ങും ഗ്രേഡിങ്ങും. ഇത് ചെയ്ത ആൾക്കാർ ആരാണെങ്കിലും അത്രയും കിടിലമായിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ലൈറ്റിങ്ങും ഗ്രേഡിങ്ങും ചെയ്തേക്കുന്നത്. കാര്യം നമ്മൾ അതുപോലെ മെൽറ്റായി പോകുന്ന രീതിയിലുള്ള പരിപാടികളാണ് ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത്. ഇവരുടെയൊക്കെ പെർഫോമൻസ് ആണെങ്കിലും ഒക്കെ അത്ര അടിപൊളിയായിട്ട് തന്നെയാണ്. പിന്നെ ഇതിനകത്തുള്ളൊരു മ്യൂസിക് ഉണ്ട്, ഒരു സൈക്കിക് ആയിട്ടുള്ള രീതിയിൽ. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പീക്ക് ലെവൽ സാധനം തന്നെയാണ് അവർ ചെയ്തു വെച്ചേക്കുന്നത്. ഇപ്പം നമ്മൾ നിലവിൽ ഇത് സംസാരിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് അഡ്രസ്സ് ചെയ്യുന്ന വിഷയം മെൻ്റൽ ഹെൽത്തിനെ പറ്റിയിട്ട് തന്നെയാണ്. അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സംസാര വിഷയം ആക്കേണ്ടുന്ന ഒരു ചർച്ചയാക്കപ്പെടേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ് മെൻ്റൽ ഹെൽത്തിനെ പറ്റിയിട്ട്. പക്ഷേ ഇവിടെ അത് അഡ്രസ്സ് ചെയ്ത് പോയെങ്കിൽ പോലും ഇതിനകത്തുള്ള ചില കാര്യങ്ങളോട് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതൊരു ആഡ് ആണെന്നുള്ളത്. അപ്പം ഈ ആഡ് ഒപ്പം എന്ന് പറയുന്ന ഒരു മെൻ്റൽ ഹെൽത്ത് പ്ലാറ്റ്ഫോമിൻ്റെയാണ് ഈ ഒരു ആഡ് ചെയ്തേക്കുന്നത്. ഒപ്പം കേരളത്തിലെ ആദ്യത്തെ 24/7 ഓൺലൈൻ കൗൺസിലിംഗ് ആൻഡ് മെൻ്റൽ ഹെൽത്ത് പ്ലാറ്റ്ഫോമാണ്. നിങ്ങളെ അലട്ടുന്ന കാര്യങ്ങൾ അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളോട് തുറന്നു പറയാനും അതിനെ തരണം ചെയ്യാനും ഒരു ക്വാളിഫൈഡ് തെറാപ്പിസ്റ്റ് നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞായിരുന്നു ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഈ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ഇത്രയും നാൾ അവർ തന്നെ ഓളിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ കൂടി ഇപ്പോൾ ഇവർ പുറത്തുനിന്ന് പല സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറീസിൽ ഫസ്റ്റ് അവർ ചൂസ് ചെയ്തേക്കുന്ന ഒരു സ്റ്റോറിയാണ് ഇത്. അപ്പം ഇത് അവരുടെ സ്റ്റോറി അല്ല, പുറത്തുനിന്നുള്ളൊരു സ്റ്റോറിയാണ്. അതിൻ്റെ ഡയറക്ഷൻ ചെയ്തേക്കുന്ന വ്യക്തിനെയൊക്കെ ഇവർ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ക്വാളിഫൈഡ് തെറാപ്പിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് അവരുടെയും കൂടെ അറിവോടുകൂടി ആയിരിക്കില്ല ഇങ്ങനെ ഒരു കോണ്ടന്റ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പറഞ്ഞു പോകുന്ന ചില സംഭവങ്ങൾ ഒരു ക്വാളിഫൈഡ് തെറാപ്പിസ്റ്റ് ഇങ്ങനെ ആയിരിക്കുമോ ചെയ്യാന്നുള്ളൊരു കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നിപ്പോകും. അപ്പോൾ അങ്ങനെ ഇരിക്കുക, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇൻസ്റ്റയിൽ ഒരു റൈറ്റിംഗ് കണ്ടിട്ടുണ്ടായിരുന്നു. ദിവ്യ വേലായുധൻ എന്ന് പറയുന്ന പ്രൊഫൈലിൽ നിന്ന് വന്നേക്കുന്നതാണ്. ഞാൻ ഇങ്ങോട്ട് വായിക്കാം. ആൻ ഓപ്പൺ ലെറ്റർ ടു ഡിയർ ജിസ്മ ആൻഡ് വിമൽ. ഇന്ന് മുതൽ മരണം വരെ ഷോർട്ട് ഫിലിം കണ്ടു. ഒപ്പം പ്ലാറ്റ്ഫോമിലെ ചില പോസ്റ്റുകളും കണ്ടതിന് ശേഷം എഴുതിയ പോസ്റ്റിന് മറുപടിയായി നേരം വെളുത്തപ്പോൾ ഒരേ വിഷയത്തിൽ 3-4 പാരഗ്രാഫ് മുഴുനീള മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതായത് ഇന്ന് മുതൽ മരണം വരെ കഴിഞ്ഞതിൽ ഇഷ്ടമാവാത്ത മനുഷ്യരല്ല അവർ. നിങ്ങളെ ഒരുപാട് ഇഷ്ടമുള്ള, നിങ്ങളുടെ ഇതുവരെയുള്ള കണ്ടന്റ് ആസ്വദിച്ച മനുഷ്യരാണ് അവർ. എന്നെപ്പോലെ തന്നെ പൊസസീവായ സംശയരോഗമുള്ള ഒരു പാർട്ണർ തെറാപ്പി എടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഒരു റിലേഷൻഷിപ്പിൽ എന്ന് കുറേ മനുഷ്യന്മാർ ചോദിക്കുന്നു. തെറാപ്പി എടുത്തിരുന്നെങ്കിൽ റിലേഷൻഷിപ്പ് സേവ് ചെയ്യാമായിരുന്നോ എന്ന് കുറ്റബോധം തോന്നുന്നു എന്ന് കുറേ പേർ പറയുന്നു. തെറാപ്പി എടുത്തപ്പോൾ ഹീലിംഗ് സംഭവിക്കുന്നു, ബട്ട് റിലേഷൻഷിപ്പ് കൂടെയില്ല എന്ന് കുറേ മനുഷ്യർ പറയുന്നു. പറഞ്ഞു വരുമ്പോൾ കെയറും സ്നേഹവും സംശയവും പൊസസീവ്നെസ്സും ചേർന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കൺഫ്യൂഷൻ തോന്നിയ കുറേ മനുഷ്യരുടെ ജീവിതം ഞാൻ വായിച്ചു. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക അനേകം അനുമോദനങ്ങളാവും. പക്ഷേ ഇത് ആരെങ്കിലും നിങ്ങളോട് പറയുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. ഒന്നാമത്തേത്, തെറാപ്പി സേവ് യുവർ റിലേഷൻഷിപ്പ് എന്ന അബ്സല്യൂട്ട് കൺസെപ്റ്റ് പ്രചരിപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ല. തെറാപ്പി ഈസ് ടു ഹീൽ. ബാക്കി ഒക്കെ വരുന്ന പോലെയാണ്. എവറി പേഴ്സൺ നീഡ് എ സപ്പോർട്ടീവ് പാർട്ണർ ലൈക്ക് ജാനി എന്ന് പറയാൻ പോയറ്റിക്കായി മാത്രമുള്ള മനോഹാരിതയെ തെറാപ്പി പെർസ്പെക്റ്റീവിൽ കൂട്ടിക്കെട്ടാൻ പാടില്ലെന്ന് തോന്നുന്നു. നമ്മളാണ് വേണ്ടത്. ഈ അബ്സല്യൂട്ട് സ്റ്റേറ്റ്മെൻറ്റ് സിറ്റിംഗ് ഒരു കല്ലുകടിയാണ്. നിങ്ങളൊരു നല്ല കണ്ടന്റ് ക്രിയേറ്റർ ടീമാണ്. ഇതുവരെയുള്ള നിങ്ങളുടെ വളർച്ച ഏറ്റവും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നോക്കിക്കണ്ട കൈയടിച്ച ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഇന്ന് മുതൽ മരണം വരെ വിഷയത്തിൽ കുറച്ചും കൂടി പഠനം നിങ്ങൾക്ക് വേണ്ടിയിരുന്നു എന്ന് തോന്നി. അവയർനെസ്സിൻ്റെ ഒരു ലാക്കിംഗ് കഥയിൽ തോന്നി. ഇതിലും മനോഹരമായും ആരോഗ്യപരമായും നിങ്ങൾക്ക് പറയാമായിരുന്നു. കാരണം നമ്മളിത് പറയുന്നത് മെൻ്റൽ ഹെൽത്തിനെ പറ്റി പഠിച്ചു വരുന്നതേ ഉള്ളൂ എന്ന കുറച്ച് പാവം മനുഷ്യരോടാണ്. കെയറും പൊസസീവ്നെസ്സും തിരിച്ചറിയാൻ കഴിയാത്ത അനേകം മനുഷ്യരുണ്ട്. ടോക്സിസിറ്റി കാണാൻ കഴിയാതെ പോകുന്ന അനേകം മനുഷ്യരോട് നിങ്ങൾ ആർജിച്ചെടുത്ത മുഴുവൻ കഴിവുകളും ചേർത്ത് വെച്ച് ഇതിലും മനോഹരമായി പറയാമായിരുന്നു. ഒപ്പം ഉണ്ടാവുന്നത് നല്ലതാണ്, പക്ഷേ ആരോഗ്യപരമായതേ പ്രണയമായും പലതായും ഒപ്പം ഉണ്ടാവൂ എന്നാണ് അനുഭവം. നിങ്ങളുടെ കഥയിലെ നൂലിഴ വ്യത്യാസം കാണാൻ കഴിയുമെന്ന് കരുതുന്നു. ശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഒപ്പം മുൻപത്തെ പോസ്റ്റിൽ
വലിച്ചു വാരി എഴുതിയ സംഗതി വായിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു എന്ന് സതീഷിനെയും രേവതിയെയും എന്നും സ്നേഹിച്ച ഒരു കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു. ആൻഡ് ഇതിനകത്ത് പറയുന്ന കാര്യം തന്നെയാണ് എനിക്കും പേഴ്സണലി പലതും കണ്ടപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും പലരും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു ഷോർട്ട് മൂവി ഇഷ്ടപ്പെട്ടു. ഇൻ ദ സെൻസ് ഇപ്പം ദുരന്തർ എന്ന് പറയുന്ന സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ക്രാഫ്റ്റ് ടെക്നിക്കൽ വൈസ് ആണെങ്കിലും എല്ലാം ഭയങ്കര അടിപൊളിയാണ്. പക്ഷേ അതിനകത്ത് പറയുന്ന പൊളിറ്റിക്സ് എനിക്കിഷ്ടമല്ല. കാര്യം പച്ചക്കള്ളമാണ് അതിനകത്ത് പറയുന്നത് അല്ലേ. പക്ഷേ ആ സിനിമ എനിക്കിഷ്ടമാണ്, എനിക്ക് അത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് ഒരു സിനിമ എന്ന നിലയിൽ. അതേപോലെ തന്നെ ഈ ഒരു ഷോർട്ട് മൂവി എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അത്രയും നമ്മളെ ഫീൽ ചെയ്യിപ്പിച്ച ഒരു സംഭവം തന്നെയാണ്. പക്ഷേ നമുക്ക് ഇതിനകത്ത് പറഞ്ഞ പോലെ തന്നെ കല്ല് കടിക്കുന്ന ചില സംഭവങ്ങളുണ്ട്. അത് മാത്രമാണ് നമ്മളിവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഒരു ഷോർട്ട് മൂവിക്കകത്തുള്ള കുറച്ച് പോർഷൻസ് നമുക്കൊന്ന് കാണാം. ഇതിനകത്ത് ഭയങ്കര സംശയാലുവായിട്ടുള്ളൊരു വ്യക്തിയുടെ ഒരു ക്യാരക്ടറാണ് വിമൽ അദ്ദേഹം ഇവിടെ ചെയ്യുന്നത്. അപ്പം ഈ ക്യാരക്ടേഴ്സിനെ പറ്റി മാത്രമാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അപ്പം ഈ ക്യാരക്ടർ, ഈ വിമൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് സ്വന്തം ഭാര്യയുടെ അടുത്ത് അത്രത്തോളം സംശയം തോന്നിയിട്ട് ആ രീതിയിൽ പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഈ സംശയം തോന്നാനൊക്കെ ഒരു കാരണമാവുന്നത് ഒരു ജെമിനി ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫോട്ടോയാണ്. അത് വളരെ റിലവൻ്റ് ആയിട്ടുള്ള സംഭവം തന്നെയാണ് അവിടെ മെൻഷൻ ചെയ്ത് പോയിരിക്കുന്നത്. നമുക്ക് അവിടെ ഒന്ന് കാണാം. Create an image of me in beachwear. ബീച്ച്വെയറാ? Day. വന്നോ നോക്കട്ടെ, Wait. നോക്കട്ടെ, നോക്കട്ടെ. നീ മാതാമേ. എനിക്ക് നടന്നു. കൊള്ളാല്ലേ? നിന്റെ മറുക് ഇതൊക്കെ അല്ലേ സോമ? എന്നാലും മറുക് ഇങ്ങനെ കറക്റ്റ് സ്ഥലത്ത് വന്ന് ഇത് ഭയങ്കര കില്ലിംഗ് ആയിട്ടൊരു മ്യൂസിക്കാണ് കേട്ടോ. അത് സീരിയസ്ലി ഭയങ്കര കില്ലിംഗ് ആയിട്ടൊരു മ്യൂസിക് തന്നെയാണ്. ആൻഡ് ഇതിനകത്ത് നിൽക്കുന്ന ഈ ഒരു സംഭവം ഇല്ലേ, ജെമിനിക്ക് എങ്ങനെ ഈ മറുക് കണ്ടെത്താൻ സാധിക്കും എന്നുള്ള ഈ ഒരു സംഭവം ഇത് മുമ്പും പല ആളുകളുടെയും റീൽ വീഡിയോസ് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. കാര്യം അവർ ജെമിനിക്ക് ജനറേറ്റ് ചെയ്താൽ കൊടുക്കുന്ന ഒരു ഫോട്ടോയിൽ ഈ മറുകൊക്കെ ഫുള്ള് കവറായിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. പക്ഷേ ഇത് ജെമിനി ഇത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കുന്ന, എക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നു. അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അപ്പം അങ്ങനത്തെ വിഷയമാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ ഈ ഭർത്താവിന് പിന്നീട് തൻ്റെ ഭാര്യയുടെ സംശയം തോന്നുകയാണ്, എങ്ങനെ ജെമിനിക്ക് ഇത് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ള രീതിയിലോട്ട് അങ്ങനെ ഒരു ക്യാരക്ടർ ബിൽഡായിട്ട് ആ രീതിയിൽ പോവുകയാണ്, ഒരു സൈക്കോ രീതിയിലോട്ട് പോവുകയാണ്. അപ്പം ഇവിടെ ഈ ഒരു ക്യാരക്ടർ പിന്നീട് തൻ്റെ ഫോണൊക്കെ ഫോൺ ഇപ്പോൾ ഓഫാണെന്ന് പറഞ്ഞാൽ ക്യാമറ സ്റ്റിൽ വർക്കിംഗ് ആയിരിക്കും, ഇത് ക്യാപ്ചർ ചെയ്യുന്നുണ്ടാവാം. അങ്ങനെ റൂമിൽ നിന്നും ഈ ഫോൺ എടുത്ത് മാറ്റുന്നു. പിന്നീട് പരിചയമുള്ള ആളുകളുടെ അടുത്ത് ചോദിക്കുന്നു ഇതെങ്ങനെ ഇത്തരത്തിലൊരു കാര്യം സംഭവിക്കും. തൻ്റെ ഭാര്യയുടെ പേര് പറഞ്ഞിട്ടല്ല, തൻ്റെ ഒരു ഫോട്ടോ ഇത്തരത്തിൽ ജെമിനിക്ക് കൊടുത്തപ്പോൾ ഇതുപോലെ മറഞ്ഞിരുന്ന ഒരു മറുക് ജെമിനിക്ക് കണ്ടെത്തി അതുപോലെ ജനറേറ്റ് ചെയ്തു എന്നൊന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഇത്തരത്തിലുള്ള സ്വകാര്യമായിട്ടുള്ള ഫോട്ടോസ് എന്തെങ്കിലും നിങ്ങൾ ഇത്തരത്തിൽ സൂക്ഷിച്ചു വെച്ചത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഇത് ഷെയർ ചെയ്ത് കൊടുത്തതോ ഇങ്ങനെയൊക്കെയുള്ളൊരു സന്ദർഭങ്ങളിലായിരിക്കാം ജെമിനിക്ക് മനസ്സിലാവുന്നൊക്കെ പറയുമ്പോൾ വീണ്ടും ഭാര്യയുടെ അടുത്ത് ഡൗട്ട് തോന്നിയാണ്. പിന്നീട് ഭാര്യനെ സ്റ്റോക്ക് ചെയ്യുന്നു. പിന്നീട് ഭാര്യയുടെ കൂട്ടുകാരികളെ വിളിച്ചിട്ട് രണ്ടുപേരുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇടയിലോട്ട് ഒരു തേർഡ് പേഴ്സണെ കടന്ന് വരികയാണ്, അല്ലെങ്കിൽ മറ്റൊരാളെ വിളിച്ച് വരുത്തുകയാണ്. ഓക്കെ, മറ്റൊരാളെ വിളിച്ച് സംസാരിക്കുന്നു. അപ്പോൾ ഈ വിളിച്ച് സംസാരിക്കുന്ന കൂട്ടുകാർ തന്നെ ഈ ലേഡി ക്യാരക്ടറിൻ്റെ അടുത്ത് വിളിച്ച് സംസാരിക്കുന്നുണ്ട്, നിന്റെ ഭർത്താവിന് എന്താണ് സംശയമാണെന്നുള്ള രീതിയിൽ. അന്നേരം ആ ഒരു സിനാറിയോയിൽ ഈ ഭർത്താവ് വന്നിട്ട് നിന്ന് സംസാരിക്കുന്ന ഒരു സീനുണ്ട്. അന്നേരം പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് അതുകൂടെ ഒന്ന് കേൾക്കാം. നിനക്ക് ആരെങ്കിലായിട്ട് അവിഹിതമുണ്ടോ? എനിക്കാരുടെ അവിഹിതം? പിന്നെ എനിക്കുണ്ടോ? പിന്നെ നീ എന്തിനാ എലിസബത്തിനെ വിളിച്ച് ആവശ്യമില്ലാത്തൊക്കെ ചോദിച്ചേ? ഞാനൊന്ന് പൊസസീവ് ആയതാണ്. സോറി. നമ്മൾ തമ്മിലുള്ള കാര്യങ്ങൾ നമ്മൾ തമ്മിൽ നിൽക്കണ്ടേ? അതെന്തിനാ മൂന്നാമതൊരാൾ അറിയണേ? നിനക്ക് എന്തെങ്കിലും കാര്യത്തിൽ പൊസസീവ്നെസ് ഉണ്ടെങ്കിൽ നീ എന്നോട് പറയണം. പിന്നെ ഞാനത് ചെയ്യില്ല. പറയൂ. പറയാം. തൻ്റെ ഭർത്താവിന് പൊസസീവ് ഉള്ള കാര്യങ്ങൾ ഇനി തൻ്റെ ഭാര്യ ചെയ്യില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പം ഒരു ഭർത്താവിന് ഇപ്പം തൻ്റെ ഭാര്യ പുറത്ത് ജോലിക്ക് പോകുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ജോലിക്ക് പോകാണ്ടിരിക്കുക ആ ഒരു ഭാര്യ.
അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിനെ ഇത്തരത്തിൽ ഭയങ്കര ഭീകരമായിട്ടുള്ളൊരു സംശയരോഗിയാണ്, അപ്പോൾ പുറത്ത് ഒരാളുടെ അടുത്ത് സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ തന്നെ ഒരു റൂമിൽ തന്നെ അടച്ചുപൂട്ടിയിരിക്കണം എന്ന് ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ഭാര്യ അത്തരത്തിൽ അനുസരിക്കുമോ? അതല്ലെങ്കിൽ ഇപ്പോൾ തൻ്റെ സ്വന്തം അച്ഛൻ്റെ അടുത്ത് പോലും സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്ന കുറച്ച് ടീംസിനെ റിയൽ ലൈഫിൽ എനിക്കറിയാം. ഓക്കെ, അപ്പോൾ അത്രയും ടോക്സിക് ആയിട്ട് അത്ര റെഡ് ഫ്ലാഗ് റെഡ് ഫോറസ്റ്റ് ആയിട്ടിരിക്കുന്ന പല ആൾക്കാരെ അറിയാം. അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഒരു ഭാര്യ, ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ ഒരു ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആരാണെങ്കിലും ഇത്തരത്തിൽ അതിനി ചെയ്യില്ല, അയാൾക്ക് പൊസസീവ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു അടിമത്തപരമായിട്ടുള്ളൊരു സംഭവമല്ലേ? ആ ഒരു ക്യാരക്ടർ ഇപ്പം ഈ ഭർത്താവിൻ്റെ വിമൽ അദ്ദേഹം ചെയ്യുന്ന ഈ ഒരു ക്യാരക്ടർ എത്രത്തോളം ടോക്സിക് ആണോ, എത്രത്തോളം ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള ഒരു കാര്യമാണോ, അതേപോലെ തന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് ഈ പറയുന്ന ലേഡി ക്യാരക്ടറിന് ആവശ്യമാണ്. കാര്യം എന്ന് വെച്ചാൽ ആൾ വിചാരിക്കുന്നത് എന്താണ്, പൊസസീവ് ആയിട്ടുള്ളൊരു ഭർത്താവിന് വേണ്ടിയിട്ട് അത് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അയാൾ പറയുന്നത് പോലെ എന്തും ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിലും ചെയ്യാതിരിക്കുക. ഇപ്പം ഭർത്താവ് പറയാം 3 നേരം ഭക്ഷണം കഴിക്കുന്നത് തനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാര്യ ഭക്ഷണം കഴിക്കാതെ പട്ടിണി ഇരിക്കണം. ഒരു എക്സാമ്പിൾ ആ രീതിയിൽ പറഞ്ഞാൽ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ആ ഒരു രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റും അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും പറ്റില്ല. ഓക്കെ, ഇപ്പം നമ്മൾ ആ ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മളല്ലാണ്ടായി മാറുകയാണ് നമ്മൾ, അല്ലേ? അങ്ങനെ നമ്മൾ ജീവിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അങ്ങനെയുള്ളപ്പോൾ നമ്മളുടെ ഒരു റിലേഷൻഷിപ്പ് എത്രത്തോളം അൺഹെൽത്തി ആണെന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ എത്രത്തോളം റെഡ് ഫ്ലാഗും റെഡ് ഫോറസ്റ്റും ആണെന്നുള്ളത് വേണ്ടേ നമ്മൾ മനസ്സിലാക്കാനൊക്കെ ഉണ്ട്. അല്ലാതെ ഒരിക്കലും ആ ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇനി അത് ചെയ്യില്ല എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇവിടെ ഈ 2 ക്യാരക്ടേഴ്സിന് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളത് തന്നെയാണ്. ഈ കലിപ്പൻ കാന്താരി എന്ന് പറയുന്ന പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, ഏട്ടായി എന്ത് പറഞ്ഞാലും അതിനനുസരിച്ച് ഈ കാന്താരി നിന്നോളൂ എന്ന് പറയുന്ന പോലത്തെ അതിൻ്റെ കുറച്ചുകൂടെ മോൾഡ് ചെയ്തേക്കുന്ന ഒരു വേർഷൻ ആ ഒരു രീതിയിലാണ്. അങ്ങനെയുള്ള 2 ക്യാരക്ടേഴ്സ് ആയിട്ടാണ് ഈ ഒരു ഭാഗത്ത് പറയുമ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. പലർക്കും അത്തരത്തിലായിരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ ഭർത്താവിന് ഭയങ്കരമായിട്ടുള്ള സംശയരോഗം കൂടിയിട്ട് ഈ ഭാര്യയുടെ ഫോണിലോട്ട് ഒരു മെസ്സേജ് വരികയാണ് മറ്റൊരാളുടെ. ആ മെസ്സേജ് വരുമ്പോഴത്തേക്കിന് ഇല്ല ഞാൻ ഓക്കെ എന്തുണ്ടെങ്കിലും ഞാൻ പറയാം എന്ന് പറഞ്ഞ് സമ്മതിച്ചിരിക്കുന്ന ഇതേ ഭർത്താവ് വീണ്ടും രാത്രിയിൽ എണീറ്റിരുന്നിട്ട് സിഗരറ്റും വലിച്ചുകൊണ്ട് സംശയമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്തൊക്കെ BGM ഒക്കെ അതൊക്കെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ, ആ BGM സാധനങ്ങളൊക്കെ. അപ്പം അതിനുശേഷം ഇത് കണ്ടിട്ട് പിടിക്കാഞ്ഞ ഈ ഭർത്താവ് പിന്നീട് ഈ ഭാര്യയും ഇയാളും തമ്മിലുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇതുപോലെ പോസ്റ്ററായിട്ട് അവിടുത്തെ മതിലിലൊക്കെ ഒട്ടിച്ച് വെക്കുകയാണ്. മറ്റേ പട്ടണത്തിൽ സുന്ദരൻ സിനിമയ്ക്കകത്ത് ദിലീപ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതുപോലെ നമുക്ക് അവിടെ കൊടുന്ന് കാണാം. ആരുടെ പണിയായത്? നീ വിഷമിക്കണ്ട. കണ്ട ഞരമ്പ് രോഗികൾക്ക് വേണ്ടി ഞാൻ എന്തിനാ വിഷമിക്കുന്നു? നീ എന്ത് വിചാരിക്കും എന്നുള്ളതായിരുന്നു എൻ്റെ പേടി. നീ ഇന്ന് പുറത്തൊന്നും ഇറങ്ങിയില്ല അല്ലേ? ഇല്ല. നീ ഇറങ്ങിയായിരുന്നെങ്കിൽ ഞാൻ വരുന്നതിന് മുന്നേ ഇത് മുഴുവൻ പറിച്ചു കളഞ്ഞതെന്ന് എനിക്കറിയാം. അപ്പോഴും ബ്ലൈൻഡായിട്ട് തൻ്റെ ഭർത്താവിനെ ട്രസ്റ്റ് ചെയ്യുന്നൊരു ഭാര്യയാണ് ഇവിടെ. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ, അതായത് തൻ്റെ ഭാര്യയുടെ ഒരു സംശയം എന്ന നിലയിൽ ആ സംശയം തോന്നിയിട്ട് നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തിയിട്ട് ഒരു മാന്യമായിട്ട് ജീവിക്കുന്ന തൻ്റെ ഭാര്യനെ ആൾക്കാരുടെ മുന്നിൽ ആ മാന്യത നഷ്ടപ്പെടുത്തുന്ന തരത്തിലോട്ട് ആ ഭർത്താവ് സൈക്കിക്കായിട്ട് മാറാണ്. അപ്പോൾ ഈ തെറാപ്പിസ്റ്റിനെ വിളിച്ചിട്ട് പിന്നീട് സംസാരിക്കുമ്പോൾ ഈ തെറാപ്പിസ്റ്റ് പറയുന്ന കാര്യം നമുക്കൊന്ന് കേൾക്കാം. ഞാൻ സുരക്ഷിതനാണ്, ഞാൻ സുരക്ഷിതനാണ്, ഞാൻ ശാന്തനാണ്, ഞാൻ ശാന്തനാണ്, എനിക്ക് വിശ്വസിക്കാൻ കഴിയും. പറഞ്ഞോ? എനിക്ക് വിശ്വസിക്കാൻ കഴിയും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കുറ്റബോധം തോന്നുന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ തൻ്റെ സ്വന്തം ഭാര്യനെ സമൂഹത്തിൻ്റെ മുന്നിൽ നാണം കെടുത്താനും തേജോവധം ചെയ്യാനും വേണ്ടിയിട്ട് ഇങ്ങനെ പോസ്റ്റർ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു വ്യക്തി ഇനി നാളുകളിൽ ഇതുപോലെ ഭാര്യയെ പുറത്തിറങ്ങാതിരിക്കാനൊക്കെ വേണ്ടി ചിലപ്പം ഫോണിൽ മറ്റെന്തെങ്കിലും ഫോട്ടോസോ എന്തെങ്കിലുമൊക്കെ പകർത്തിയിട്ട് ഇത്തരത്തിൽ പുറത്ത് വിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മറ്റൊരാളുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ചെയ്തേക്കുന്ന ഒരു ഭർത്താവ് നാളെ ഇതിൽ കൂടുതൽ ചെയ്യുക, അതായത് കുറച്ചുകൂടെ ഒഫൻസീവായിട്ട് ഈ ഒരു രോഗി മാറുകയാണ്, ഈ ഒരു സംശയ രോഗി ആ ഒരു സ്റ്റേജിലോട്ട് മാറുകയാണ് അല്ലേ? അങ്ങനെയുള്ളപ്പം ഒരു തെറാപ്പിസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് ഡീപ് ബ്രീത്ത് എടുക്കാൻ പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ശക്തനാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ടോ ആ പ്രശ്നങ്ങൾ അവിടെ ഇല്ലാണ്ടായി മാറുമെന്ന് തോന്നുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇതിനുശേഷം വീണ്ടും ഇത് ഓൾറെഡി ഇതൊരു ഒഫൻസീവ് സ്റ്റേജിലോട്ട് ഈ ഒരു പേഷ്യൻ്റ് മാറിയിട്ടുണ്ട് അല്ലേ? ആ സമയത്തേക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്ത് ഈ കാര്യം പറയുക എന്നുള്ളൊരു കാര്യമല്ലേ ചെയ്യേണ്ടത്. കാര്യം ഞാൻ മറ്റു പല വീഡിയോസ് റെഫർ ചെയ്തപ്പോൾ എനിക്ക് ആ രീതിയിലാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പല തെറാപ്പിസ്റ്റുകളുടെ.
അപ്പോൾ എന്ന് വെച്ചാൽ ഈ എന്താണെന്ന് പറഞ്ഞാലും ഈ പറയുന്ന ഡോക്ടർ പേഷ്യൻ്റ് തമ്മിലുള്ള ഒരു കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ടായിരിക്കും. അത് ബ്രേക്ക് ആവുന്ന പല സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പം കോടതിയിൽ നിന്ന് എന്തെങ്കിലും ഉത്തരവ് വരുന്നതോ അല്ലെങ്കിൽ ഈ പേഷ്യൻ്റ് സെൽഫ് ഹാം ചെയ്യുന്ന തരത്തിലോ അല്ലെങ്കിൽ മറ്റൊരു ഒഫൻസീവായിട്ട് മറ്റാരെങ്കിലും ഹാം ചെയ്യുന്ന തരത്തിലോട്ട് മാറുക, അത്തരം കാര്യങ്ങളൊക്കെ ആ രീതിയിലോട്ട് പോകാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരാളുടെ അടുത്ത് പറയുക എന്നുള്ളൊരു ഡോക്ടർ ചെയ്യേണ്ടുന്ന ഒരു കടമയാണ്. അപ്പോൾ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അയാൾ മറ്റൊരു കുറ്റകൃത്യം ഇവിടെ ചെയ്തെന്ന് വന്നേക്കാം അല്ലേ. അപ്പം ഇനി ഇതിന് ശേഷം ഇയാൾ കൂടുതൽ അക്രമാസക്തനായിട്ട് ആ വീട്ടിലോട്ട് കടന്നു വരുന്നുണ്ട്, സംശയരോഗമൊക്കെ ആയിട്ട്. നമുക്ക് ആ ഭാഗങ്ങളൂടെ കാണാം. Suman, you have a disease. നമുക്കിതൊന്നിച്ച് ഫേസ് ചെയ്യാം. പ്രീതി സാരല്ല. മാം കിടിലം പെർഫോമൻസ് ആണ് കേട്ടോ, ഇവിടെ പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. കാര്യം ഇത് ഈ ഒരു പോർഷൻ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ഓക്കെ, അപ്പം ഇത് അതാണ് ഞാൻ പറഞ്ഞത്, ഇവരുടെ ഒരു സ്റ്റോറി അവർ മേക്ക് ചെയ്തത് അത്ര അടിപൊളിയായിട്ടാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ ഈ പറഞ്ഞു വരുന്ന ഈ ഒരു കോണ്ടാക്ട്, അപ്പം ഇത് പിന്നീട് അക്രമാസക്തനായിട്ട് മാറിയിട്ട് അവിടെ ആ ഒരു ജോലി ചെയ്യുന്ന ആ ഒരു ലേഡിയുടെ സ്ഥാനത്ത് അവിടെ മറ്റൊരാണായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി, ഈ ഒരു ഭർത്താവ് ആ കയ്യിലിരിക്കുന്ന ഇത് വെച്ചിട്ട് ആണെങ്കിൽ പോയി അടിക്കും അല്ലേ. പിന്നീട് തൻ്റെ ഭാര്യനെ എന്തെങ്കിലും ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ളപ്പോൾ തെറാപ്പിസ്റ്റ് ആ രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്ത് വിടുന്നത് എത്രത്തോളം ആ ഒരു പേഷ്യൻറ്റിന് സഹായകരമാകും എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കാവുന്നതേ ഉള്ളൂ അല്ലേ. ഇവരുടെ പെർഫോമൻസിൻ്റെയും ഈ ഒരു പോർഷൻ്റെ കാര്യമൊക്കെ ഒന്നും പറയാൻ പറ്റില്ല, ഒരു രക്ഷയില്ലാത്ത സാധനം തന്നെയാണ്. അത്രയും കിടിലമായിട്ട് തന്നെയാണ് ഇവർ പെർഫോം ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ നേരെ ഇത് കണ്ടപ്പോൾ ഈ ഒരു പോർഷനിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ണ് നിറയും. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് ഇത്രയും പ്രശ്നമുള്ള ഈ ഒരു പേഷ്യൻ്റ്, അപ്പം ഇവിടെ ഈ ഒരു ലേഡി, ഈ ഒരു ഭാര്യ പറയുകയാണ് നമുക്കിത് ഒരുമിച്ച് നേരിടാം എന്ന് പറയുമ്പോഴത്തേക്കിന് കമൻറ്റ് ബോക്സിലൊക്കെ പല ആൾക്കാരുടെയും ഒരു ഗിൽറ്റി ഫീൽ ചെയ്തേക്കുന്ന, ഒരു കുറ്റബോധം തോന്നിയിരിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. ഇത്തരത്തിൽ പലരുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി പോയിട്ടുണ്ട്. അപ്പം അയ്യോ ഞാൻ അന്നത് അവൻ്റെ അടുത്ത് ഒപ്പം നിന്നിട്ട് അവൻ്റെ സംശയരോഗമൊക്കെ മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ ഒപ്പം നിന്നിരുന്നെങ്കിൽ നമുക്കിത് റിക്കവർ ചെയ്ത് ഇന്നും ആ ഒരു റിലേഷൻ മുന്നോട്ട് പോയേനെ എന്നൊക്കെ രീതിയിൽ ചിന്തിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. അങ്ങനെ ആൾക്കാരിലോട്ട് ചിന്ത കൊടുക്കാനെ കൊണ്ട് ഈ ഒരു പോർഷൻസ് ഒക്കെ അല്ലെങ്കിൽ ഈ ഒരു കണ്ടന്റിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കാരണമായിട്ടുണ്ട്. കാര്യം ഇപ്പം പലർക്കും കുറ്റബോധം തോന്നുകയാണ് അവരുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി പോയതിനെ പറ്റിയിട്ട്. പക്ഷേ ഇവിടെ ഇത് ഓക്കെ നല്ല രീതിയിൽ കുറേ നെഗറ്റീവായിട്ട് പല റിലേഷൻഷിപ്പും ഇത്തരത്തിൽ ബ്രേക്കപ്പ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ ഇത്തരത്തിലുള്ള ആളുകളുടെ ക്യാരക്ടേഴ്സ് മാറുന്നതിനനുസരിച്ച് ബ്രേക്കപ്പായി പോകുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു പോസിറ്റീവായിട്ട് ചിന്തിച്ച് അതിനെ ചേർത്ത് വെക്കാൻ സാധിക്കും എന്നുള്ളൊരാശയം ഇവർ പറഞ്ഞത് അത് നല്ലത് തന്നെയാണ്. പക്ഷേ എല്ലാവരുടെയും കാര്യത്തിൽ എല്ലായ്പ്പോഴും ഈ രീതിയിൽ വർക്ക് ആവണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൻ്റെ സ്വന്തം വ്യക്തിത്വം പോലും പണയപ്പെടുത്തിക്കൊണ്ടാണ് ആ ഒരു വ്യക്തിക്കൊപ്പം നിങ്ങൾക്ക് പൊസസീവ്നെസ് തോന്നാത്ത എന്ത് കാര്യവും ഞാൻ അത് മാത്രമേ ചെയ്യുള്ളൂ, തോന്നുന്നതൊന്നും ഞാൻ ചെയ്യില്ല എന്നുള്ള തീരുമാനത്തിലോട്ട് ആ ഒരു ഭാര്യ മാറുമ്പോൾ സ്വന്തം വ്യക്തിത്വം പോലും പണയപ്പെടുത്തി ആ വ്യക്തി അല്ലാണ്ടായി മാറുകയാണ്. അങ്ങനെ ഇപ്പോൾ ഇതിനകത്ത് ഒരുമിച്ച് നമുക്കിത് സോൾവ് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് ആ ഭാര്യ കൂടെ നിൽക്കുകയാണ്, അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പം അങ്ങനെ ഒരുമിച്ച് കൂടെ നിന്ന് ഇവരിത് സോൾവ് ആക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ ഭർത്താവിൻ്റെ സംശയരോഗം കാര്യങ്ങളൊക്കെ മാറി എല്ലാം ഓക്കെ. പക്ഷെ ആ സമയത്തേക്ക് പിന്നീട് ഇതിനി മുന്നോട്ട് പോവണ്ട, എനിക്കിനി പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് അവിടെ ഒന്ന് പിന്മാറാം എന്ന് ഈ പറയുന്ന സംശയരോഗം ഉണ്ടായിരുന്ന ഈ ഒരു പേഷ്യൻ്റ് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും നാളും തൻ്റെ വ്യക്തിത്വവും കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് താൻ പോലും അല്ലാണ്ടായിട്ട് ആ ഒരു വ്യക്തിക്കൊപ്പം അത്രയും സഫർ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് നിന്നേക്കുന്ന ആ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആ ഒരു ഭാര്യ പിന്നെ ആരായി മാറും? ഇതൊരു ഭാര്യ എന്ന് പറയുമ്പോൾ ഇത് ആ സ്ഥാനത്ത് ഭാര്യ ആവാം അല്ലെങ്കിൽ ഭർത്താവ് ആവാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് രീതിയിൽ മാറി പറഞ്ഞേക്കാം. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു ആശയം പറയുമ്പോൾ പല ആൾക്കാർക്ക് സ്വയം ഒരു കുറ്റബോധം തോന്നുകയാണ്. അയ്യോ എൻ്റെ റിലേഷൻഷിപ്പിൽ ഞാനൊന്ന് സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാൽ മതിയായിരുന്നു എന്നുള്ള രീതിയിലേക്ക്. നമ്മൾക്ക് ഒരാൾക്ക് ലൈഫിൽ ഒരു ചാൻസ് കൊടുക്കാം, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിരന്തരമായിട്ട് ചാൻസസ് കൊടുക്കേണ്ടി വരുന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് അത് ഭയങ്കര അൺഹെൽത്തി ആയിട്ട് പോകുന്നൊരു സിറ്റുവേഷൻ തന്നെയാണ്. പിന്നൊരു കാര്യമുണ്ട്, അത്രയും ഡീപ്പായിട്ട് സ്നേഹിക്കുന്ന
അത്രയും എന്താ പറയുക, ഒരിക്കലും ആ ഒരു വ്യക്തി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ പിന്നെ ആ ഒരു വ്യക്തിയോടൊപ്പമാണെങ്കിൽ ഇനിയിപ്പോൾ എന്തൊക്കെയാണെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഇതാ ഈ രീതിയിൽ കുഴപ്പമില്ല, ഞാനെന്നുള്ള വ്യക്തിയെ ഞാൻ മറന്നേക്കാം, പക്ഷെ എനിക്ക് നീ മാത്രം ഒപ്പം മതി എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കും. പക്ഷേ അങ്ങനെ എത്ര നാൾ എന്നുള്ളൊരു ചോദ്യങ്ങൾ അവിടെ ബാക്കിയാണ്. അതാണെങ്കിൽ ഇതിനെപ്പറ്റിയിട്ട് കൂടുതൽ റെഫർ ചെയ്തിട്ട് പല സൈക്കോളജിസ്റ്റുമായിട്ടും ഒക്കെ റെഫർ ചെയ്തിട്ടൊക്കെ ഇത്തരത്തിൽ ഉണ്ണി വ്ളോഗ്സും ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഏകദേശം ഒരു 4 മിനിറ്റ് സംതിങ് ലെങ്ത് ഉള്ളതാണ്. നമുക്ക് ഇനി അതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും. നമ്മൾ ഇതിനകത്ത് ഇവരുടെ ഒരു റിലേഷൻഷിപ്പ് കാണുമ്പോഴേ ഞാനതിനെ ഫുള്ളായിട്ട് ജഡ്ജ് ചെയ്ത് സംസാരിക്കില്ല. ഇതിലൊരു പോർഷൻ ഉണ്ട്, വിമലിന്റെ ക്യാരക്ടറിന് ജിസ്മയുടെ ക്യാരക്ടറിനോട് സംശയം തോന്നുന്ന സമയത്ത് അത് മനസ്സിലായതിനു ശേഷം ജിസ്മ അതിനെ അഡ്രസ്സ് ചെയ്യുന്നത്, നിനക്ക് എന്തെങ്കിലും കാര്യത്തിൽ പൊസസീവ്നെസ് ഉണ്ടെങ്കിൽ എന്നോട് പറയണം, പിന്നെ ഞാനത് ചെയ്യില്ല എന്നാണ്. അതൊരു സൊല്യൂഷനാണോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതൊരു സൊല്യൂഷൻ? നമ്മൾ പണ്ട് കലിപ്പൻ്റെ കാന്താരി എന്നൊക്കെ പറയും, ആ ചേട്ടായിക്ക് ഇത് ഇഷ്ടമല്ല, ആ ചേട്ടായിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യില്ല. എനിക്ക് ആ പോർഷൻ കണ്ടപ്പോൾ കറക്റ്റ് മറ്റേ കലിപ്പൻ്റെ കാന്താരി സീനാണ് ഓർമ്മ വന്നത്. അപ്പോൾ എനിക്ക് ത്രൂ ഔട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ആക്ച്വലി ജിസ്മയുടെ ക്യാരക്ടറും ഇതിനകത്തൊരു തെറാപ്പിക്ക് പോകുന്നത് വളരെ നന്നായിരിക്കും. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾക്ക് അവിഹിതം ഉണ്ടെന്ന് പബ്ലിക് സ്പേസിൽ പോസ്റ്റ് ഒട്ടിക്കുകയാണ്. നിങ്ങൾ വേറൊരാളുമായി അവിഹിത ബന്ധത്തിലാണ് എന്ന് സംശയിച്ച് നിങ്ങളെ ആക്രമിക്കാൻ വീട്ടിൽ വന്ന് കയറുകയാണ്. 1989 ശ്രീനിവാസൻ വടക്ക് നോക്കി യന്ത്രമെടുത്ത്. അയാൾ അന്ന് കാണിച്ച വിവരത്തിൻ്റെ 10% പോലും ഇതിൻ്റെ സ്ക്രിപ്റ്റിൽ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ആ സിനിമ അവസാനിക്കുന്നത് ശ്രീനിവാസൻ ഭാര്യയുമായി അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് പരിഹരിച്ച് ഒരു ദിവസം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും പുറത്തൊരു ശബ്ദം കേൾക്കുമ്പോൾ അയാൾ വീണ്ടും ടോർച്ചുമായിട്ട് ഉണരുകയാണ്. അയാളുടെ ഇൻസെക്യൂരിറ്റി സോൾവ് ആയിട്ടില്ല. അയാൾ മാനസികമായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് അയാൾക്ക് ആവശ്യമായിരുന്നു. അത് കിട്ടാത്തടത്തോളം നിങ്ങൾ ഈ പറയുന്ന ആ പാട്ട് കാണിച്ചിട്ടോ സ്നേഹം കാണിച്ചിട്ടോ കെട്ടിപ്പിടിക്കുകയോ ബ്രീത്തിങ് എക്സസൈസ് ചെയ്താലോ ഒന്നും ഇത് മാറില്ല. ഇവരുടെ അൾട്ടിമേറ്റ് പരിപാടി എന്തായിരുന്നു വെച്ചാൽ ഇതിനകത്ത് തെറാപ്പി എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് സേവ് ചെയ്യാനുള്ള ഒരു ഐറ്റമായിട്ട് അങ്ങ് കാണിച്ചു. അതായത് ഇവർ രണ്ടുപേർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നു, ആ പ്രശ്നം നമ്മൾ തെറാപ്പിയിലേക്ക് ഒരു സോൾവ് ചെയ്യാം. പക്ഷേ ഇത് തെറാപ്പിയിൽ മാത്രം സോൾവ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ അല്ല. അല്ലെങ്കിൽ ഇത് ഈ റിലേഷൻഷിപ്പ് സേവ് ചെയ്യപ്പെടേണ്ട ഒരു റിലേഷൻഷിപ്പ് ആണെന്ന് അങ്ങനെ സേവ് ചെയ്യപ്പെട്ടാൽ നല്ല കാര്യം. അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കുമുള്ള സ്നേഹമാണുള്ളതെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും ചൈൽഡ്ഹുഡ് ട്രോമയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ചില ബോണ്ടിങ്ങിൻ്റെ മാത്രം ഭാഗമായിട്ടല്ല അവർ നിൽക്കുന്നതെങ്കിൽ അവർക്ക് ശരിക്കും സ്നേഹമാണുള്ളതെങ്കിൽ, എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല, ശരിക്കും സ്നേഹമാണുള്ളതെങ്കിൽ അവർ ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കട്ടെ. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് ഈ തെറാപ്പി എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് സേവ് ചെയ്യാൻ വേണ്ടി ഇവർ അങ്ങനെ മാർക്കറ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾ വരൂ, എന്നിട്ട് ജിസ്മയുടെ ക്യാരക്ടറിനെ ഗ്ലോറിഫൈ ആണ്. ജിസ്മയുടെ ക്യാരക്ടർ ഇസ് ഗോയിങ്, ഇറ്റ്സ് ലൈക്ക് എ സൂയിസൈഡ് മിഷൻ. അവളെ കുറിച്ച് എന്തും പറയാനും എന്തും ചെയ്യാനും സാധ്യതയുള്ള ഒരാൾക്കൊപ്പം നിൽക്കാമെന്ന് ആ കുട്ടി തീരുമാനിക്കുമ്പോൾ അവളെ തന്നെ വേണ്ടെന്ന് നോക്കുകയാണ്. പുള്ളിക്കാരിക്ക് ഇപ്പോൾ ഇതൊന്നും മനസ്സിലാവില്ല. ഇങ്ങനെ റിലേഷൻഷിപ്പിൽ തീരുമാനമെടുത്ത ഒരുപാട് ആളുകളുണ്ട്. ഞാൻ എൻ്റെ പാർട്ണർ കൂടെ ഞാൻ നിൽക്കും, എന്ത് വന്നാലും സാരമില്ല, ഞാൻ കൂടെ നിൽക്കും. അവസാനം അവർ ഇല്ലാണ്ടാവുന്നതിന് തൊട്ട് മുമ്പായിരിക്കും. കുറച്ച് മുമ്പ് ശ്രുതി പറഞ്ഞില്ലേ, ഒരാൾ കൈവിട്ട് പോയി എന്ന് തോന്നുന്ന സമയത്ത് എക്സിറ്റ് അടിക്കാൻ. ഞാൻ പറയുന്നത് അത് ലേറ്റ് ആയതിൻ്റെ പരകൂടിയാണ്. നിങ്ങൾക്കൊരു റെഡ് സിഗ്നൽ കിട്ടിയാൽ ഈ സിനിമയിൽ വിമൽ അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രം എന്ന് പറയുന്നത് നമ്മൾ ഈ ഗ്രീൻ ഫോറസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഇത് റെഡ് ഫയറാണ്. അങ്ങനെ ഒരാൾക്കൊപ്പം കൂടെ നിന്ന് ജീവിക്കുക എന്ന് പറയുന്നത് അയാൾ ലൈഫിലേക്ക് തിരിച്ചു വരട്ടെ, എല്ലാം മനസ്സിലാക്കി വരട്ടെ, നമുക്ക് കൂടെ നിൽക്കാം. പക്ഷേ ആ കൂടെ നിൽക്കലെന്ന് പറയുന്നത് അവനവൻ്റെ സേഫ്റ്റി ഇല്ലാണ്ടാക്കിയിട്ടല്ല, അല്ലെങ്കിൽ അവനവൻ്റെ മനസ്സമാധാനം ഇല്ലാണ്ടാക്കിയിട്ടല്ല. ചിലപ്പോൾ ഈ പറയുന്ന സൈക്കോളജിക്കൽ ഈ ട്രീറ്റ്മെൻറ്റും തെറാപ്പി എല്ലാം കഴിയുമ്പോൾ അയാളുടെ ചൈൽഡ്ഹുഡ് ട്രോമയൊക്കെ അയാൾ അഡ്രസ്സ് ചെയ്ത് കഴിയുമ്പോൾ അയാൾ ശരിക്കും മനസ്സിലാക്കുകയാണ് എനിക്ക് വേണ്ടത് ഇങ്ങനൊരു ജീവിതമായിരുന്നില്ല. നമുക്ക് മറ്റൊരു രീതിയിൽ ജീവിച്ചാലോ, നമുക്ക് രണ്ട് വഴിക്ക് പോയാലോ എന്ന് അയാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവളുടെ എഫേർട്ടോ അതൊക്കെയാണ് ഇതിനകത്ത് പ്രശ്നം. ആ പെൺകുട്ടി അവളുടെ ജീവിതം ഹോമിക്കാൻ പോവുകയാണ്. ആ ഹോമത്തിനെയാണ് ഇതിനകത്ത് മുഴുവൻ ഗ്ലോറിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. കമൻറ്റ് ബോക്സിൽ മുഴുവൻ നിങ്ങൾ അത് നോക്കിക്കോ. അതായത് ഒരു പുരുഷൻ എന്തെങ്കിലും പ്രശ്നം കാണിച്ചാൽ, അവൻ്റെ സ്വഭാവ വൈകൃതം കാണിച്ചാൽ അതിനെ സ്ത്രീ എല്ലാം മറന്ന് ക്ഷമിച്ച് കൂടെ നിന്ന് അത് നന്നാക്കുന്നവരെ, റിപ്പയർ ആവുന്നവരെ കൂടെ നിന്ന് കഴിഞ്ഞാൽ വാവ് സൂപ്പർ, എല്ലാ അണ്ണന്മാരും ഹാപ്പിയാണ്. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എടുത്ത് നോക്കിയോ. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത്. ശ്രുതി ഇത്ര നേരം പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് ഒരു പെയിൻ ഫീൽ ചെയ്യാൻ പറ്റുന്നില്ലേ? ആ പെയിനെ ഈ പറയുന്ന സിനിമ ഒരു പോയിന്റിൽ പോലും അഡ്രസ്സ് ചെയ്തിട്ടില്ല. ഒരൊറ്റ പോയിന്റിൽ പോലും. ജിസ്മ ഗംഭീരമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, അവരുടെ എക്സ്പ്രഷനിലൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഈ തിരക്കഥ എന്ന് പറയുന്നത്, ഇതിനകത്ത് തെറാപ്പിസ്റ്റുകൾ എന്ന് പറയുന്നത്, അതിനകത്ത് തെറാപ്പിസ്റ്റ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കുറച്ച് ആൾക്കാർ മാറി ഇരുന്ന് ചിരിക്കുന്നു, നിങ്ങളെ കളിയാക്കിയാണ് ചിരിക്കുന്നതെന്ന് തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ പോയി 2 പൊട്ടിച്ചിട്ട് സംസാരിക്കുമെന്ന് പറയുമ്പോൾ അയാളുടെ ഉള്ളിൽ അഗ്രസീവ് നേച്ചർ എന്താണെന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇയാൾ ചെയ്തു കൂട്ടിയ കുറേ കാര്യങ്ങളെങ്കിലും ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇയാൾക്ക് വേണ്ടുന്ന അഷുറൻസ് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇയാളുടെ ചൈൽഡ്ഹുഡിലേക്ക് പോയി ഒരുപാട് സെഷൻസ് ഒക്കെ വേണം. പക്ഷേ ഇത് ഭയങ്കര ഡെല്യൂഷണൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അതായത് ഇയാൾ വിശ്വസിച്ചു ജാരനുണ്ട്, തെളിവ് കണ്ടുപിടിക്കാനാണ് ഇയാൾ നോക്കുന്നത്. അതായത് ഭാര്യയ്ക്ക് മറ്റൊരാളുമായി അവിഹിതമുണ്ടെന്ന് ഉറപ്പിച്ചതിന് ശേഷം അവൻ വീട്ടിലേക്ക് നുഴഞ്ഞു കയറി പോകുന്നത് തെളിവ് കിട്ടാനാണ്, അല്ലാതെ ഇവൾക്ക് വേറെ ജാരനുണ്ടോ എന്ന് അറിയാനല്ല. ഉണ്ടെന്നേ. അങ്ങനെ ഡെല്യൂഷണലായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ ഏത് നിമിഷം അറ്റാക്ക് ചെയ്യും, അല്ലെങ്കിൽ സ്വയം ഹാം ചെയ്യും. അതിനുള്ള എല്ലാ സാധ്യതകളുണ്ട്. ഞാൻ പറയുമ്പോൾ ഇതിങ്ങനെയാണെന്നല്ല, നിങ്ങളും സൈക്കോളജിസ്റ്റുകളോട് ചോദിക്കുക, ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റുകളോട് സംസാരിക്കുക. അവർ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും. അങ്ങനെ ഒരു സ്റ്റേജിൽ ഈ പെൺകുട്ടി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് ഇറ്റ്സ് എ സൂയിസൈഡ് മിഷൻ. അതിനെയാണ് ഗ്ലോറിഫൈ ചെയ്യുന്നതും അതിനെയാണ് കമൻറ്റ് ബോക്സിൽ ആഘോഷിക്കുന്നത്. അത്തരം ഒരു സിറ്റുവേഷനിൽ രണ്ടുപേരും പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കി ഒരു സേഫ് ഡിസ്റ്റൻസ് എടുക്കേണ്ടതാണ്. പക്ഷേ ഇവരുടെ കൺസെപ്റ്റ് ഇതായിപ്പോയി. അതായത് എന്ത് വന്നാലും നമ്മൾ ഒരുമിച്ചാണ് നിൽക്കണം. അങ്ങനെ എന്ത് വന്നാലും ഒരുമിച്ച് വെക്കേണ്ട ബാധ്യത ഒന്നും ഈ ലോകത്ത് ആർക്കില്ല. നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുക, തിരിച്ച് കിട്ടുന്നത് സ്നേഹത്തിൻ്റെ കൂടെ ആ പാക്കേജിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിൻ്റെയും മാനസികാരോഗ്യത്തിൻ്റെയും ശാരീരിക ആരോഗ്യത്തിൻ്റെയും ബാധിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ ആ സ്നേഹത്തിൻ്റെ പാക്കേജ് വേണ്ട എന്ന് പറയാൻ നമ്മൾ പഠിക്കണം. നോ ഇസ് എ നോ പറയാൻ പഠിക്കണം എന്നൊക്കെ എല്ലാ സൈക്കോളജിസ്റ്റുകളും പറയും. അതേ കാര്യം ഇവിടെ ആപ്ലിക്കബിൾ ആണ്.
ജിസ്മയുടെ ക്യാരക്ടർ തെറാപ്പിയെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ സെഷൻസിൻ്റെ ഒരു ഗ്രാജുവൽ പ്രോസസ്സിനെ കുറിച്ച്, റിലേഷൻഷിപ്പ് ഇഷ്യൂസിനെ കുറിച്ച്, അനാവശ്യമായ ഗ്ലോറിഫിക്കേഷനെ കുറിച്ച് ഒക്കെയും വളരെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ഈ ഒരു സിനിമ തീരുമ്പോൾ ഒരു സാധാരണ പ്രേക്ഷകനിലേക്ക് വരുന്നത്. അവിടെയാണ് നമ്മൾ ഈ വെബ് സീരീസിൻ്റെ പേരും കൂടി നോക്കേണ്ടത്. ഇന്ന് മുതൽ മരണം വരെ ഭയങ്കര രസമുള്ള പരിപാടിയാണ്, മരണം വരെ നിന്നെ പിരിയില്ല എന്നുള്ളത്. പക്ഷേ ഇങ്ങനെ ഒരു കണ്ടീഷനിൽ മരണം സ്വയം കൈവരിച്ചിട്ട് അവിടെ പോയി പിരിയില്ല എന്ന് പറഞ്ഞ് കൈ പിടിച്ച് നിൽക്കുന്നത് അത് ഭയങ്കര അബദ്ധമാണ്. നിങ്ങൾ ഇതൊക്കെയാണ് നിങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുന്നത്. എനിക്കതിൻ്റെ സൈക്കോളജിക്കൽ സൈഡിലാണ്. ജിസ്മ വിമലിൻ്റെ പെർഫോമൻസിനെ കുറിച്ചോ അവരുടെ കണ്ടന്റിനെ കുറിച്ചോ അല്ല പറയുന്നത്. നിങ്ങൾ കുറേ ആൾക്കാരെ ആത്മഹത്യാപരമായ തീരുമാനമെടുക്കാൻ ഭയങ്കരമായിട്ട് നിർബന്ധിക്കുന്ന പോലെയാണത്. ഇപ്പം അതുപോലെ എന്ത് പ്രശ്നം തോന്നിക്കഴിഞ്ഞാലും വിവരമില്ലാത്തവരുടെ അടുത്തും തെറ്റായ ഉപദേശങ്ങൾ പരത്തുന്നവരുടെ അടുത്തും പിന്നെ കുറേ എണ്ണം സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ സൈക്കോളജിസ്റ്റുകളാണെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ എല്ലാവരും ഒന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല. പ്രോപ്പറായി ക്വാളിഫൈഡ് ആയിട്ടുള്ള, ട്രെയിൻഡ് ആയിട്ടുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ്. ഇത് ഏകദേശം ഒരു മണിക്കൂർ അടുപ്പിച്ചുള്ള 50 മിനിറ്റ് സംതിങ് ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇങ്ങോട്ടേക്ക് വെച്ചിട്ടുള്ളൂ. പുള്ളി ഇവിടെ പറഞ്ഞ പോലെ തന്നെ ജിസ്മ വിമൽ ഇവരുടെ പെർഫോമൻസ് ആണെങ്കിൽ ഈ ഒരു ക്രാഫ്റ്റ് ആണെങ്കിൽ അത്ര അടിപൊളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേക്കുന്ന ഒരു സാധനം തന്നെയാണ്. പക്ഷേ ഈ ക്രാഫ്റ്റിനകത്ത് പറഞ്ഞു പോയേക്കുന്ന ഈ ഒരു സംഭവം ആൻഡ് ഇവർ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന അഡ്രസ്സ് ചെയ്തേക്കുന്ന മെൻ്റൽ ഹെൽത്ത് ചർച്ചയാവേണ്ടുന്ന ഒരു സംഭവം അതൊക്കെ അടിപൊളിയാണ്. ആൻഡ് അവർ അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും നമുക്ക് ബ്രേക്കായി പോകുന്ന പല റിലേഷൻഷിപ്പിനെയും ഇങ്ങനെയും നമുക്ക് ചേർത്ത് വെക്കാം എന്നുള്ളൊരു ആശയം മുന്നോട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അത് നല്ലത് തന്നെയാണ്. പക്ഷേ അത് എങ്ങനെ എന്നുള്ളത് ക്ലിയർ ആയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പല ആൾക്കാർക്കും കമൻറ്റ് ബോക്സിൽ തന്നെ അയ്യോ ഞാൻ എൻ്റെ റിലേഷൻഷിപ്പിൽ ഞാൻ അന്ന് വലിയൊരു തെറ്റ് ചെയ്തോ, ആ തെറ്റായി പോയോ, ഞാൻ ഇന്ന് പിരിയാനെ കൊണ്ടൊരു കാരണമായിട്ടുള്ളത്, അയ്യോ ഞാൻ അവിടെ ഒന്ന് എസ് പറഞ്ഞാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇത്തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ മറ്റ് ചിലർ വിചാരിക്കുന്നത് ഇപ്പോഴും റിലേഷൻഷിപ്പിലുള്ളത് കുഴപ്പമില്ല, ഇത് ടോക്സിക് അല്ല, ഇവൻ പറയുന്നത് ഇവന് പ്രശ്നമാണ്, അപ്പം നമുക്ക് ഒപ്പം ചേർന്ന് നിന്നാൽ മതി, ഇത് ഓക്കെ ആയിക്കോളും എന്നൊക്കെ അത്തരത്തിലുള്ള ഒരു ചിന്തകളിലോട്ട് ആൾക്കാർ പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ മിസ്ലീഡ് ചെയ്യുന്നൊരു സംഭവം തന്നെയാണ്. ഈ ഒരു കണ്ടന്റിൽ നിന്ന് വരുന്ന ഒരു മിസ്ലീഡ് ആവുന്നൊരു സംഭവം തന്നെയാണ്. ആൾക്കാർ അത്തരത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. കാര്യം പല ആൾക്കാരും കമൻറ്റ് ബോക്സിൽ പറയുന്നത് തന്നെ നമുക്കവിടെ കാണാൻ സാധിക്കും. പ്രണയം എന്ന് പറയുന്നത് എപ്പോഴും അൾട്ടിമേറ്റ് ആയിരിക്കും. ഈ അൾട്ടിമേറ്റിൽ നമ്മളുടെ പാർട്ട്ണർക്ക് വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ ക്യാരക്ടറിൽ എന്തെങ്കിലുമൊക്കെ ചില വ്യത്യാസങ്ങളോ ചേഞ്ചസോ ഒക്കെ വരുത്തിയെന്ന് വന്നേക്കാം. പക്ഷെ അതൊരിക്കലും നമ്മളല്ലാണ്ടായി മാറിയിട്ടായിരിക്കരുത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ലൈഫിൽ ഉണ്ടാവേണ്ടുന്നത്. അത് നമ്മളല്ലാണ്ടായി മാറുന്നുണ്ട് എന്നുള്ളതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ടോക്സിക് ആണ്, ഇതൊരു റെഡ് ഫ്ലാഗ് ആണ്. ആ റിലേഷൻഷിപ്പ് നിങ്ങളെ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയില്ല. ഇപ്പോഴത്തെ കുറച്ച് നാളത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു ഹാപ്പിനെസ് കിട്ടിയെന്ന് പറഞ്ഞാലും ദീർഘകാലത്തേക്ക് ആ പ്രണയം എത്രത്തോളം രണ്ടു പേർക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് സ്വയം എല്ലാവരും വിലയിരുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒപ്പം തന്നെ അത് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലോട്ട് രണ്ട് ആൾക്കാർക്ക് മാറാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ്. പിന്നെ ഇദ്ദേഹം ഇവിടെ പറഞ്ഞ പോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ സൈക്കോളജിസ്റ്റ് മറ്റേത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ വരുമായിരിക്കാം. പ്രോപ്പറായിട്ടുള്ള സാധനത്തിൽ മാത്രം പോകുക എന്നുള്ളത് പറയാനുള്ളൂ. എന്താണെങ്കിൽ ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.